എഴത്തൂര് മുംബൈയിലെ അലീന അച്ഛനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, ബാലചന്ദ്രൻ മുൻകൈയെടുത്ത് അലീനയെയും അലീനയുടെ യഥാർത്ഥ അച്ഛനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സ്റ്റാലിൻ ഒരു നിരപരാധിയാണ് എന്ന് കാണാം. സ്റ്റാലിന് അറിയില്ല വൈജ താനുമായി പ്രണയത്തിലായിരുന്ന സമയം ഗർഭിണിയായിരുന്നെന്നും കൂടാതെ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നും. അത് സ്റ്റാലിൻ പോലും അറിയാതെ അവരെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച കഥയൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു കഴിയുമ്പോഴാണ് സ്റ്റാലിൻ പറയുന്നത് എന്ന് കാണാം. ഇതേ സമയം ബാലചന്ദ്രന് സ്റ്റാലിൻ ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാകുന്നുണ്ട്. സ്റ്റാലിൻ്റെ അടുത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റാലിനാണെങ്കിൽ തനിക്ക് തൻ്റെ മകളെ ഒരു തവണ കാണണമെന്ന് പറയുന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുന്നത് കാണാം. ഒരു തവണയല്ല, എൻ്റെ വീട്ടിൽ ഇനി വലിയ പൊട്ടിത്തെറികളൊക്കെ നടക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ നിങ്ങളുടെ കൂടെ താമസിക്കാനാണ് ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തിച്ചത്. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ മകൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവൾക്ക് ഇവിടെ നിൽക്കാവുന്നതാണ്, അവളെ നിങ്ങൾക്കിവിടെ നിർത്താവുന്നതാണ്. അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല, പരിഭവമില്ല എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയം ബാലചന്ദ്രൻ കടപ്പാട്ടൂർ വീട്ടിൽ പോയി അലീനയെയും കൊണ്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് വരികയും സ്റ്റാലിനെ അലീനയെയും കണ്ടുമുട്ടിപ്പിക്കുകയും അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.